സ്റ്റാർ ഫ്രൂട്ട് അല്ലേ? എങ്ങനെയുണ്ട്? അത്യാവശ്യം ആയിട്ടുണ്ടോ? ഇന്നെന്താ ചേട്ടൻ ഉണ്ടാക്കണേ? ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്. എന്താണെന്ന് അറിയോ? പോർക്കിന്റെ റിബ്സ്. പോർക്കിന്റെ വാരി റിബ്സ്. ഇത് നമുക്ക് ഒന്ന് നോക്കാം. ഇത് നടുവൊന്ന് മുറിക്കാം. നടു മുറിക്കല്ലേ കുറച്ചുകൂടി നല്ലത്. എന്താണ് വാഷ് ചെയ്യാൻ പോകുന്നു. 2 പ്രാവശ്യം കഴുകിയതാണ്. എന്നാലും ഒന്നും കൂടി നമുക്ക് ഇതിനെ നന്നായി കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഇത് കഴുകിയിട്ടാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇപ്പോൾ 2 തവണ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകല് സൂപ്പറായിട്ടുണ്ട്. നന്നായി കഴുകിട്ടുണ്ട്. അലുവ പോലത്തെ പീസുകളാണ്. ഇനി എന്താ ചെയ്യുന്നേ? ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്തിട്ട് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മൾ പോർക്കിൻ്റെ റിബ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണേ. അപ്പോൾ നമ്മളിത് ഇന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു രീതിയിൽ പുതിയൊരു സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ റിബ്സ്. ചൂട് തട്ടിയിട്ടേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ റിബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം വേവ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ആവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സാധനം വേണോ? അടിപൊളി സാധനമാണല്ലോ. സൂപ്പർ സാധനമാണല്ലോ. അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. പക്ഷെ ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലത് നല്ല പുളിയായിരിക്കും. വെന്തുണ്ട് തോന്നുന്നു.
നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇട്ടാൽ വെന്തില്ലെങ്കിലോ വെച്ചിട്ടാണ്. അപ്പം എന്നാൽ പകുതിയായിട്ട് ഉപ്പിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് കപ്പയല്ലേ? കപ്പ മുളച്ചേക്കത് എല്ലുണ്ടാവോ? കടയുണ്ടാവും. ഇത് നെല്ലിയല്ലേ? കാട്ടുനെല്ലി അല്ലല്ല, നമ്മള് വെച്ചിട്ടുള്ള നെല്ലിയാ. അതന്നെ, അങ്ങനത്തെ സൈസ് നെല്ലിക്കല്ലേ? ഒടിയോ? ഒടിയും. ഞാനിന്ന് പറയും. ഒരു മിനിറ്റ്. അങ്ങനെ ഞാൻ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചെടുത്തു. ഇത് ആദ്യം കുഞ്ഞിതായിരുന്നപ്പോ നിറച്ചുണ്ടായിരുന്നേ. ഇങ്ങനെ മട്ടത്തില് കണ്ടില്ലേ? ചെറുതായിരുന്നപ്പോ ദൂരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വലുതായി പിന്നെ ഉണ്ടായിട്ടില്ല. അത് ആയിട്ടുണ്ടോ? അത് ഏതാ നന്നായി മൂത്ത്? അത് പറിച്ചു. നമുക്ക് റിപ്സിലേക്ക് വേണ്ടിയിട്ട് നാരങ്ങ പറിക്കാൻ വന്നാട്ടോ. എല്ലാം നിറയെ നാരങ്ങ കിടക്കുന്നുണ്ട്. അതൊന്നുകൂടി ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് പറിക്കാം. അത് പൊട്ടിച്ചോ. ആ കുരുമുളക് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത നിൽക്കണം. എല്ലാം പൊട്ടിക്കാറായിട്ടുണ്ട്, പാകമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട് അല്ലേ? ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ട് മുളകിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, നക്ഷത്രപ്പുളി എന്നൊക്കെ ഇതിനെ പറയില്ലേ. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടോ. എങ്ങനെയുണ്ട്? പുളിയുണ്ടോ? നല്ല പഴുക്കാത്തതുകൊണ്ട് ചെറിയ പുളി ഉണ്ടാവും. മധുരമുണ്ട്, മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഇല്ലേ? നന്നുണ്ട്. മധുരം ഉണ്ടല്ലോ. മധുരം മധുരണ്ട്, പുളി അധികം ഇല്ലല്ലോ. എന്തത്? അത് ടേസ്റ്റില്ല. സാധാരണ പുളി ഉണ്ടാവാറില്ല ഇതില്. പുളി കുറവാ, മധുരണ്ട്. നമ്മൾ കപ്പ പറിക്കാൻ പോവാണ് കേട്ടോ. നെല്ല് നമ്മൾ നട്ടപ്പോഴേ ഇതിന് സപ്പോർട്ടായിട്ട് നമ്മളൊരു കപ്പയുടെ ഒരു കൊള്ളിയുടെ ഒരു തണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തണ്ടില് കൊള്ളി ഉണ്ടോ, മീൻസ് കപ്പ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉണ്ടോ? ഒന്നുമില്ല, കപ്പ വേരായിട്ടുള്ളൂ, ഒന്നുമില്ല. കപ്പ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊക്കെ പോയേ. നമുക്ക് വേറെ വഴി നമുക്ക്
നോക്കിയതല്ലേ, ഓക്കെ. പരീക്ഷണം നോക്കിയതാ. ആ ഇനിയിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷിച്ചു പോയാൽ തിരിച്ചു വന്നു. ഒരുവിധം നമ്മുടെ റിബ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതായിട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സോയ സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. സോയ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് ചതച്ച മുളകാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹണിയാണ്, തേൻ. നമുക്ക് തേന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നന്നായി ഇളക്കിക്കോ. ഞാൻ നേരിട്ട് കൊടുക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഫാറ്റ് നന്നായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഫാറ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. ഇതുപോലെ വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ. അതാ വിട്ടു വന്നിട്ടുണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിബ്സ് നല്ല കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ റിബ്സ് എന്താ പറയുക, വെളുത്ത എള്ള അഥവാ സീസൈം സീഡ് ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ഭംഗിക്കും അതൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങ നീര് കുറവാണ് അല്ലേ? നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നത്. നമ്മുടെ റിബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. നല്ല വേവ്, കറക്റ്റ്. ഇതിൻ്റെ ബോണെല്ലാം വിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ വിട്ടിട്ടേ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളെ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ മറ്റേ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും വീട്ടിലുണ്ടാക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ പുറത്തുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മളതിൻ്റെ പകുതി ഫാറ്റും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എന്നിട്ട് തന്നെ അത്യാവശ്യം ഫാറ്റ് ഉണ്ട് അതിൽ. പക്ഷെ ആ അത്രയും ഫാറ്റ് കളഞ്ഞപ്പോൾ കൂടി
എല്ലാം അത്യാവശ്യം ഫാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റും അതിൻ്റെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. വീണ്ടും കാണാം. ബൈ.